ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ശുചിമുറിയിൽ 19കാരി പ്രസവിച്ചു, കുട്ടിയെ ഉപേക്ഷിച്ചു. ഇത് വലിയ വാർത്തയായിരുന്നു. കാരണം 19 വയസ്സുകാരി വയറുവേദനയൊക്കെ ഉണ്ടായി, അതിന് ആശുപത്രിയിൽ പോകണം എന്ന് പിതാവിൻ്റെ അടുത്തും സഹോദരിയുടെ അടുത്തും പറഞ്ഞു. അപ്പം 19കാരിയെ ആശുപത്രിയിൽ കൊണ്ടുപോയി, ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ ഡോക്ടറുടെ അടുത്ത് കാര്യം പറഞ്ഞു. ലേഡി ഡോക്ടർ ഈ കുട്ടിയെ പരിശോധിച്ചു കഴിഞ്ഞപ്പം ഗർഭമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഒന്നുമില്ല, വയറുവേദന ആർത്തവമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ന് ആ പെൺകുട്ടി മറുപടി പറഞ്ഞു. അതിനുശേഷം മേശയിൽ കയറി കിടക്ക് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശുചിമുറിയിലൊന്ന് പോയിട്ട് വരാം എന്ന് പെൺകുട്ടി ഡോക്ടറുടെ അടുത്ത് പറഞ്ഞു. ശുചിമുറിയിൽ പോയി. ശുചിമുറി കയറി പെൺകുട്ടി വെളിയിൽ വരാൻ വാതിലടച്ചു. ശുചിമുറിക്കകത്തായി. പെൺകുട്ടി വരാൻ താമസിച്ചപ്പോൾ ഡോക്ടറും ജീവനക്കാരും ശുചിമുറിയുടെ അവിടെ പോയി പെൺകുട്ടിയെ വിളിച്ചു. കുറേ സമയം അവർ വിളി കേട്ടെങ്കിലും വാതിൽ തുറക്കുന്നില്ല. സംശയമായി. അതിനുശേഷം വാതിൽ ബലം പ്രയോഗിച്ച് പൊളിക്കും എന്ന് പറഞ്ഞപ്പോൾ പെൺകുട്ടി തുറന്നു. അപ്പോഴേ ക്ലോസറ്റിൽ കുറച്ച് രക്തക്കറകൾ കണ്ടു. അപ്പം ഡോക്ടർക്കും ജീവനക്കാർക്കും സംശയമായി. ഇതിനിടയ്ക്ക് ഒരു കൊച്ചിൻ്റെ കരച്ചിലൂടെ കേട്ടു ജനലിൻ്റെ ഇടയിൽ കൂടെ. അപ്പം സ്വാഭാവികമായിട്ട് കുട്ടി പ്രസവിച്ചു. അതിനെ ക്ലോസറ്റിലെങ്ങാനും ഉപേക്ഷിച്ചോ എന്ന് സംശയം. ക്ലോസറ്റൊക്കെ പരിശോധിച്ച് ശുചിമുറിക്കകത്ത് ഒന്നും കണ്ടില്ല, കുട്ടിയെയും കണ്ടില്ല. ജീവനക്കാർ വീണ്ടും കരച്ചിൽ കേട്ടപ്പോൾ അവർ ജനലിൽ വെളിയിൽ ഇറങ്ങിപ്പോയി നോക്കിയപ്പം ഒരു കുഞ്ഞിനെ അവിടെ കിടക്കുന്ന കണ്ടു. അത് കരഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് ആശുപത്രിയിൽ അവർ കൊണ്ടുവന്ന് ഫസ്റ്റ് എയ്ഡെല്ലാം കൊടുത്തു. കുട്ടിയെ നോക്കിക്കഴിഞ്ഞപ്പം പുക്കിൽ കൂടി വലിച്ചു പൊട്ടിച്ചിരിക്കുന്നതായിട്ട് കണ്ടു. 19കാരിക്ക് ഇല്ലീഗലായിട്ടുള്ള പ്രഗ്നൻസി ഉണ്ടായി. വീട്ടിൽ പറയാതെ ഒതുക്കി വെച്ച് അതിനുശേഷം പെയിനൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആശുപത്രിയിൽ പോകണമെന്ന് പറഞ്ഞു. അത് ആർത്തവ സംബന്ധമായത് അല്ലെങ്കിൽ വയറുവേദനയൊക്കെ ആണെന്നൊക്കെ പറഞ്ഞ് അപ്പൻ്റെ അടുത്തും സഹോദരിയുടെ അടുത്തൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ആശുപത്രിയിൽ പോയതാണ്. ഏതായാലും അവിടെ വെച്ച് തന്നെ പ്രസവിച്ചു. കുട്ടി ഏതായാലും ജീവനോടിരിക്കും. 3 കിലോ 200 ഗ്രാമുണ്ട്. പൂർണ്ണ വളർച്ചയെത്തിയ കുട്ടിയാണ്. ആ കുട്ടിയെ ആ അമ്മയ്ക്ക് അല്ലെങ്കിൽ 19 വയസ്സുകാരിക്ക് വേണ്ട ആശുപത്രി അവിടെ ശിശുക്ഷേമ സമിതിക്ക് കൈമാറി. പക്ഷേ കുട്ടിയെ എടുത്തുകൊണ്ടൊക്കെ വന്നു കഴിഞ്ഞപ്പം സ്വന്തം പിതാവും സഹോദരിയും ആശുപത്രിയിൽ മോഹാത്സ്യപ്പെട്ടു വീണു. അവരൊരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല. പിതാവാണ്. എന്തായാലും അവിടെ ഫസ്റ്റ് എയ്ഡെല്ലാം ചെയ്തിട്ട് 19കാരി അമ്മയും കുട്ടിയെയും അവിടുന്ന് ഒരു ആംബുലൻസിൽ കയറ്റി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ 2 പേരെ അഡ്മിറ്റ് ചെയ്തു. കുട്ടിയെ വേണ്ട അവർക്ക്, അതുകൊണ്ട് ശിശുക്ഷേമ സമിതിക്ക് കുട്ടിയെ കൊടുത്തു. അതിനുള്ള അവിടെ ഇനി ദത്തെടുക്കൽ നടപടിയൊക്കെ സ്വീകരിക്കും. നമുക്കറിയാം കേരളത്തിലെ 16, 12, 13, 14, 15 വയസ്സായ പ്രായപൂർത്തിയായ കൊച്ചു കുട്ടികൾ വരെ പ്രായപൂർത്തിയായവർ പല രീതിയിൽ ഈ രീതിയിലുള്ള ബന്ധങ്ങൾ അവർ തുടങ്ങുകയാണ്. അവർക്കിതേപ്പറ്റി കാര്യമായ വിവരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രഗ്നൻ്റ് ആവും. പിന്നെ അത് എങ്ങനെ കളയുമെന്നാണ് ചിന്തിക്കുന്നത്. പല സ്ഥലത്തും ഇതുപോലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവർ പ്രഗ്നൻ്റായ ധാരാളം സംഭവങ്ങൾ കേരളത്തിലുണ്ട്. അതൊക്കെ ചിലടത്ത് ദാരുണമായ അന്ത്യങ്ങളും ഉണ്ടായി. അപ്പം ഇതിനെപ്പറ്റി കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും ക്ലാസ്സുകളിൽ പ്രായപൂർത്തിയാകുന്ന കുട്ടികൾക്കൊക്കെ ക്ലാസ്സിലെ ടീച്ചേഴ്സ് അവർക്ക് ഈ കാര്യത്തെപ്പറ്റി ബോധം അവർക്ക് ലഭിക്കുന്നതിന് വേണ്ട ചില ക്ലാസ്സുകൾ, നിർദ്ദേശങ്ങൾ, ഇൻസ്ട്രക്ഷനൊക്കെ കൊടുക്കണം. നിയമവിരുദ്ധമായി രഹസ്യമായി ആരുമായിട്ട് അറിയാതെ ഇതുപോലെ പയ്യന്മാരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവനും ചിലപ്പോൾ മൈനറാകാം. മൈനറായ ആ കുട്ടിയും ഈ കുട്ടിയായിട്ട് ബന്ധപ്പെട്ട പ്രഗ്നൻ്റ് ആകാം. ഇതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമില്ല പെൺകുട്ടികൾക്കും മൈനറായ പയ്യന്മാർക്കും. 21 വയസ്സ് തികഞ്ഞു കഴിഞ്ഞ് മാത്രമേ വിവാഹത്തെപ്പറ്റി അല്ലെങ്കിൽ ഇതുപോലെയുള്ള ബന്ധങ്ങളെപ്പറ്റി ആലോചിക്കാവുള്ളൂ എന്ന് കുട്ടികൾ തീരുമാനിക്കണം. കാരണം ഒരമ്മയാകാൻ യോഗ്യതയായില്ല അവർക്ക്. 21 വയസ്സെങ്കിലും മിനിമം കഴിയണം.
ഇവിടെ ഇപ്പം 19 വയസ്സുകാരിയാണ്, അമ്മയായി, എന്ത് ചെയ്യണമെന്നറിയത്തില്ല, ഒരു കൊച്ചിനെ വളർത്താൻ അവർക്കറിയത്തില്ല, ആരുടെ കുട്ടിയാണെന്നൊക്കെയുള്ള കാര്യമൊക്കെ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളാണ്. വിവാഹം കഴിച്ച ശേഷമുള്ള ഒരു സംഭവമല്ല. 18 വയസ്സ് കഴിഞ്ഞാൽ വിവാഹം കഴിക്കാം, എങ്കിലും മാതാപിതാക്കളും എല്ലാവരും ശ്രദ്ധിക്കണം, 21 വയസ്സ് കഴിഞ്ഞ ശേഷം മാത്രമേ പെൺകുട്ടികളെ വിവാഹം കഴിച്ച് കൊടുക്കാവുള്ളൂ. അങ്ങനെയുള്ള ബന്ധത്തിലേക്ക് കുട്ടികൾ പോകരുത്. ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ സംരക്ഷിക്കാനുള്ള പ്രാഥമികമായ വിവരങ്ങൾ പോലും ഈ കുട്ടികൾക്കുണ്ടാവില്ല. ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടു, അവിടെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി പ്രഗ്നൻ്റായി. അത് ആ പെൺകുട്ടിയുടെ വീടിനടുത്തുള്ള പയ്യൻ 16 വയസ്സുകാരൻ. എന്ത് ചെയ്യാനൊക്കും? ഏതായാലും ആ പെൺകുട്ടിക്ക് ഒരു ഇല്ലീഗലായ ഒരു പ്രവൃത്തി മൂലം ഇല്ലീഗലായ ഒരു കുട്ടി വയറ്റിലുണ്ടായി. ഏതായാലും അവർ അത് അബോർട്ട് ചെയ്ത് കളയുന്നതിന് നിയമ തടസ്സങ്ങളൊന്നുമില്ല, ആ രീതിയിൽ അബോർട്ട് ചെയ്ത് കളഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പ്രായപൂർത്തിയായ 21 വയസ്സ് കഴിഞ്ഞ് മാത്രമേ പെൺകുട്ടികൾ ഇതുപോലുള്ള ബന്ധത്തിലോട്ട് പോകുകയുള്ളൂ, അല്ലെങ്കിൽ കല്യാണത്തിന് തയ്യാറാകുകയുള്ളൂ. അതിനു മുമ്പ് കൊച്ചിനെ വളർത്താനുള്ള കഴിവുകളും അതിനുള്ള എഡ്യൂക്കേഷനൊന്നും അവർക്കില്ല. ആൺകുട്ടികൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇതുപോലുള്ള സെക്ഷൽ ആക്ടിവിറ്റീസ് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ്, പക്വതയും പാകതയും ഒക്കെ വരുന്നതിന് മുമ്പ് ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള ദുര്യോഗങ്ങളുണ്ടാവും. വീട്ടുകാർ, ആ പിതാവും സഹോദരിയും ബോധം കെട്ട് വീണു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആലോചിക്കണം, എല്ലാവരും അത് ശ്രദ്ധിക്കണം, മാതാപിതാക്കളും പ്രത്യേകിച്ച് പെൺകുട്ടികളും. ഈ കാര്യത്തിൽ ആൺകുട്ടികൾ പല സ്ഥലത്തും ഇതുപോലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ഓടി നടക്കുന്നതൊക്കെ നമുക്കറിയാം. അതായത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സ്കൂൾ ലെവലിൽ 7ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ആഴ്ചയിൽ ഒരു ക്ലാസ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ മാസത്തിൽ 1-2 ക്ലാസ് ഇതുപോലെയുള്ള കാര്യത്തിന്. അതിൻ്റെ തീവ്രത, അതിൻ്റെ ഉപയോഗങ്ങൾ, അതുപോലെ ഉണ്ടാകുന്ന ദൂഷ്യങ്ങൾ, കുടുംബത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, വ്യക്തികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രായപൂർത്തിയാകാത്തവർ പ്രഗ്നൻ്റായുള്ള പ്രശ്നം, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം കാര്യങ്ങൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കഴിയുമ്പോൾ അതിൽ നിന്ന് അവർ പിന്മാറും. എങ്കിലും പലരും ഇപ്പോൾ ഈ സംഭവം നടന്ന പോലെ നിയമവിരുദ്ധമായ ബന്ധങ്ങളിലേക്ക് പെൺകുട്ടികൾ പലരും ഇതുപോലെ പോകുന്നത് കൊണ്ടാവും. അത് ആ കുടുംബത്തിന് തന്നെ പ്രശ്നമായി, കുട്ടിക്ക് പ്രശ്നമായി, ഒരു പുതിയൊരു ജീവൻ ഉടലെടുത്തു. അതിനെ ഇപ്പം അത് ശിശുക്ഷേമ സമിതിക്ക് കൊടുക്കേണ്ടി വന്നു. അപ്പനും അമ്മയ്ക്കും സഹോദരൻക്കും എല്ലാം നാണക്കേടും മാനക്കേടും ഒക്കെ ഉണ്ടാകുന്ന കാഴ്ചകളാണ്. ഇന്ത്യൻ സംസ്കാരം അനുസരിച്ച് പ്രായപൂർത്തിയായി കഴിഞ്ഞ് മാതാപിതാക്കൾ ആലോചിക്കും, അല്ലെങ്കിൽ അവർ കണ്ടെത്തുന്ന ആളെ മാതാപിതാക്കൾ അംഗീകരിക്കുന്നെങ്കിൽ വിവാഹം കഴിച്ച് കൊടുക്കും. അങ്ങനെ ഒരു സംസ്കാരമാണ്